ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് മഹോത്സവം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയം മുൻപ് മകരസംക്രമ പൂജ ആരംഭിച്ചിട്ടുണ്ട് സന്നിധാനത്ത്. മകരസംക്രമ പൂജയ്ക്ക് ശേഷം നട തുറക്കാനായി കാത്തു നിൽക്കുകയാണ് വിശ്വാസ ലക്ഷങ്ങൾ. ഇന്നത്തെ ദിവസം വലിയ സുരക്ഷയിലാണ് ശബരിമല സന്നിധാനമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർത്തിപ്പോന്ന ജാഗ്രത അതിൻ്റെ ഏറ്റവും കൂടിയ നിലയിൽ ഇന്ന് ശബരിമലയിലുണ്ട്. എല്ലാവരും ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് ഇന്നത്തെ ദിവസം അയ്യപ്പനെ കാണാനും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള മകരജ്യോതി ദർശനത്തിനുമായാണ്. ഇപ്പോൾ സന്നിധാനത്തു നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും ക്ഷമയോടെ മകരസംക്രമ പൂജയ്ക്ക് ശേഷം നട തുറക്കുന്നതിനായി കാത്തു നിൽക്കുകയാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഇപ്പോൾ നടക്കുന്നത് മകരസംക്രമ പൂജ. ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം എപ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത്? മകരസംക്രമ പൂജ തന്നെയാണ് ശ്രീജ ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം. അതായത് മകരം 1 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ശ്രീകോവിൽ നടയ്ക്കുള്ളിൽ പൂജകൾ തുടരുകയാണ്. ഇനിയൊരു ദീപാരാധനയോടുകൂടി ചടങ്ങുകൾ ഉണ്ടാവും. അതിനുശേഷം ക്ഷേത്രം മേൽശാന്തിയും തന്ത്രിയും ഈ ക്ഷേത്ര നടയ്ക്ക് പ്രദക്ഷിണം വെച്ച് വരുന്ന ഒരു കാഴ്ചയുണ്ടാകും. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇത് തന്നെയാണ്. ഇനിയുള്ളത് വൈകുന്നേരം സന്ധ്യാദീപാരാധനയാണ്. അത് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയായിരിക്കും അതുണ്ടാകുക. അതിനുശേഷമാണ് മകരവിളക്ക് ദർശനമുള്ളത്. ഉഷപൂജ പോലെയുള്ള പതിവ് ചടങ്ങുകൾ ഉണ്ട്. എന്തായാലും നിലവിൽ മേൽശാന്തിമാരൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണുള്ളത്. പൂജയുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായി ആണ് ഇത് നടക്കുന്നത്. ക്ഷേത്ര നട അടയ്ക്കുന്നു. അതിനുശേഷം ഇനി പ്രദക്ഷിണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദേവസ്വം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തന്നെ ഇവിടെയുണ്ട്. തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ശ്രീകോവിലിന് തൊട്ടു മുന്നിൽ തന്നെ ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിറഞ്ഞ് ഭക്തരുടെ വലിയൊരു തിരക്കുമുണ്ട്. അത് ഈ ഫ്ലൈ ഓവർ എല്ലാം നിറഞ്ഞ് നടപ്പന്തലം നിറഞ്ഞ ഭക്തരുടെ വലിയ തിരക്ക് തന്നെയാണ് ഇന്ന് രാവിലെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ടത് ഇന്നലെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഭക്തരുടെ എണ്ണം എത്തി എന്നുള്ളതാണ്. ഇന്നലെ 1 ലക്ഷം ഭക്തർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തി. ഇന്നിപ്പോൾ രാവിലെ 8 മണി വരെ 25,095 തീർത്ഥാടകരും ശബരിമലയിലേക്ക് മല കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ മുക്കുഴി വഴി ഏതാണ്ട് 52,000-ഓളം ഭക്തരാണ് ദർശനത്തിനെത്തി. അതായത് എരുമേലി കാനനപാത വഴി 52,214 ഭക്തർ ദർശനത്തിനെത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു നിയന്ത്രണത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡും ഒക്കെ തീരുമാനിച്ചിരുന്ന ഇതുവഴി ഭക്തരെ ആ ദിവസങ്ങളിൽ കടത്തിവിടണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ വെർച്വൽ ക്യൂ വഴി നേരത്തെ ബുക്ക് ചെയ്തവരാണ്. അതുകൊണ്ട് അവരെ ആ ദിവസം കടത്തിവിടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഇന്നലെ ശബരിമലയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. അങ്ങനെ 99,904 ഭക്തർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തി. ഇതാ വീണ്ടും ക്ഷേത്രം ശ്രീകോവിലിനുള്ളിലേക്ക് തന്ത്രിയും മറ്റ് പൂജാരിമാരും മേൽശാന്തി ഉൾപ്പെടെയുള്ള സംഘം പൂജയ്ക്കായി കടക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട പൂജകൾ തുടരുകയാണ്. മന്ത്രിയും മറ്റ് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ ഭക്തരൊന്നാകെ ഈ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പൂജ കഴിഞ്ഞാൽ ഉഷപൂജ പോലെയുള്ള സാധാരണ ചടങ്ങുകളുണ്ട്. ഇന്ന് 12 മണിക്ക് ശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് തീരുമാനം. അതായത് തിരുവാഭരണ ഘോഷയാത്ര ഈ ചെറിയാനവട്ടം കഴിഞ്ഞ് നീലിമലയിലേക്ക് കയറുന്ന സമയം, ആ സമയം ഇവിടേക്ക് വിടില്ല എന്നുള്ളതാണ്. എന്തായാലും ഉത്തരായന കാലത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ളതാണ്. ദീപാരാധനയ്ക്കായി ശബരിമല നട അടച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഏതാണ്ട് 4-5 മിനിറ്റോളം ദീപാരാധനയ്ക്കുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം
ഭഗവത് ദർശനം ഭക്തർക്കുണ്ടാകും. ഇപ്പോൾ അല്പസമയം ഇതിന്റെ ഭാഗമായി ദർശനം നിർത്തിവെച്ചിരിക്കുകയാണ്. പൂജകളുടെ ഭാഗമായുള്ള ദർശനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പൂജകൾക്ക് ശേഷമായിരിക്കും ഇനി നട തുറക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരായന കാലത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭാരതീയ വിശ്വാസം അനുസരിച്ച് സത്കർമ്മങ്ങൾക്ക് ഏറ്റവും ഉചിതമായ കാലമാണ് ഇത് എന്നുള്ളതാണ്. അങ്ങനെ പലതരം സങ്കല്പങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു മകരസംക്രമത്തെ ഇന്ത്യ ഒന്നാകെ വരവേൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ മകരപ്പൊങ്കലൊക്കെ എത്രത്തോളം വിശിഷ്ടമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിന് സമാനമായി ഉള്ളൊരു ആഘോഷം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായി ഈ മകര സംക്രമം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഈ പൂജകൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി വൈകാതെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഭക്തരെ ഇവിടേക്ക് കടത്തിവിടുക. അതിനുള്ള ക്രമീകരണങ്ങൾ തുടരുകയാണ്. ശ്രീജിത്ത്, വലിയ തിരക്കുണ്ട്. അവിടെ എത്തുന്ന അധികം ആളുകളും ഇന്നിപ്പോൾ തിരിച്ചു പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ തിരിച്ച് ഈ മകരജ്യോതി ദർശനത്തിന്റെ സമയത്തും അത് കഴിഞ്ഞുള്ള മടങ്ങി പോകുന്ന സമയത്തും ആ സമയത്തേക്കും ഈ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ തയ്യാറാക്കിയിട്ടില്ലേ? തീർച്ചയായും ആ സമയത്തെ സുരക്ഷയാണ് പോലീസും ദേവസ്വം ബോർഡും എല്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണുന്നത്. പ്രത്യേകിച്ച് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. കാരണം ഈ ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറഞ്ഞത് ഈ മകരജ്യോതി കഴിഞ്ഞാൽ പിന്നെ ഒരു കടൽ വറ്റുന്നത് പോലെ ഇവിടെയുള്ള ഭക്തരുടെ എണ്ണത്തിൽ പെട്ടെന്നൊരു വറ്റലാണ് ഉണ്ടാകുക. അതായത് അത്രയധികം ഭക്തർ വളരെ തിരക്ക് പിടിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുക. ഞാൻ നേരത്തെ കഴിഞ്ഞ വാർത്തകളിൽ നമ്മൾ പറഞ്ഞതുപോലെ 9-ാം തീയതി മുതൽ തന്നെ ഇവിടെ തമ്പടിച്ച് കാത്തിരിക്കുന്ന ഭക്തരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞ് വളരെ വേഗം നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു തിരക്കുണ്ടാവും. ആ തിക്കും തിരക്കും പലപ്പോഴും അപകടങ്ങൾക്ക് വഴി തെളിക്കാറുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ടത് ഈ ഒരു തിക്കും തിരക്കും ഒഴിവാക്കാൻ പരമാവധി സൗകര്യങ്ങൾ ഇത്തവണയും ശബരിമല സന്നിധാനത്തുണ്ട്. പ്രത്യേകിച്ച് ഈ ഇവിടെ 2 വഴികൾ ഇത്തവണ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദർശനം കോംപ്ലക്സിന്റെ പിന്നിൽ കൂടെ ഉള്ള വഴി, ഒപ്പം തന്നെ ബെയിലി പാലം വഴിയുള്ള വഴി, അങ്ങനെ 2 വഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർക്ക് കടക്കുന്നതിനുള്ള തിരിച്ചു മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുവഴി പോകുമ്പോഴും ആത്മനിയന്ത്രണം വേണം എന്ന് തന്നെയാണ് ഓരോ ഭക്തരോടും ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ താഴെ ആവശ്യത്തിന് തിരക്കി ഓടിച്ചെന്ന് ബസ് കിട്ടില്ല എന്നൊരു ചിന്ത വേണ്ട. ഏതാണ്ട് 800ഓളം KSRTC ബസ്സുകളാണ് ഈ രാത്രി മുതൽ തന്നെ അവിടെ സജ്ജമായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തിരക്ക് വേണ്ട. ബസ് കിട്ടില്ല, സീറ്റ് കിട്ടില്ല എന്നൊരു ചിന്തയേ വേണ്ട. നിങ്ങൾ സമാധാനത്തോടുകൂടി ഇറങ്ങി മടങ്ങിപ്പോവുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം പല കാലഘട്ടത്തിലും ഈ തിക്കും തിരക്കിലുമാണ് പലപ്പോഴും ഈ ഇറങ്ങുന്ന സമയത്തെ തിക്കും തിരക്കിലുമാണ്, പ്രത്യേകിച്ച് ഇറക്കമാണ്. അത്തരം തിക്കും തിരക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്വയം നിയന്ത്രണം ഇല്ലാതെ വരുമ്പോൾ പലപ്പോഴും നമ്മളിവിടെ തന്നെ കാണാറുണ്ട്. ഇപ്പോൾ പോലീസിന്റെ പല നിയന്ത്രണങ്ങളും മരക്കൂട്ടം പോലുള്ള പല മേഖലകളിലും ഉണ്ടാകുമ്പോൾ ഈ വരിയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടന്ന് മറ്റ് ഇടവഴികളൊക്കെ തേടി പോകുന്ന പല ഭക്തരെയും കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ഉള്ളവരുണ്ട്. അങ്ങനെ എല്ലാവരുടെയും വലിയൊരു തിരക്ക് അവിടെ അങ്ങനെ കാണാറുണ്ട്. ഈ വരി തെറ്റിക്കുന്നവർ പലപ്പോഴും അവർക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു വിഭാഗത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. അങ്ങനെയാണ് പലപ്പോഴും അതൊരു മറ്റുള്ളവർക്ക് കൂടി അപകടമുണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഒരു ആത്മ സംയമനം വേണം എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഇവിടെ എത്രയോ ദിവസങ്ങളായി തമ്പടിച്ച് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ പോലും. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ഇന്ന് പറയുന്നത് ഈ അമ്മമാര്, പ്രായം ചെന്ന അമ്മമാർ, കുഞ്ഞു കുട്ടികളൊക്കെ ഇന്നത്തെ ദിവസം ദർശനം ഒഴിവാക്കിയാൽ അത് നല്ലതാണ് എന്നുള്ളതാണ്. പക്ഷേ
അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ ക്യാമ്പ് ചെയ്യുന്നവരുണ്ട്. ഈ പർണശാല കെട്ടി താമസിക്കുന്നവർ മലയാളികളായിട്ടുള്ള പ്രായം ചെന്ന അമ്മമാരും കുഞ്ഞുകുട്ടികളും ഒക്കെയായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഇത് എന്താ പറയുക, ഈ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതായത് അത്രയധികം ആത്മത്യാഗം ചെയ്തുകൊണ്ടുള്ള ഒരു സമർപ്പണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചയാണ്. ത്യാഗപൂർണമായ ഒരു മണ്ഡലകാലത്തിന്റെ സമാപനമാണ് ഇന്ന് മകരവിളക്ക് മഹോത്സവത്തോടെ ഉണ്ടാവുന്നത്. അതിനായി സന്നിധാനം പൂർണ്ണ സജ്ജമാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മകരസംക്രമ പൂജയാണ് ഇപ്പോൾ സന്നിധാനത്ത് നടക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് മന്ത്രി വി എൻ വാസവനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും കാണാം. നട തുറന്നിരിക്കുന്നു. ശബരിമല സന്നിധാനത്ത് മകരസംക്രമ പൂജ കഴിഞ്ഞിപ്പോൾ നട തുറന്നിരിക്കുകയാണ്. വലിയ സുരക്ഷയിലാണ് സന്നിധാനമുള്ളത്. ഒരു പിഴവും ഇല്ലാതെ ശബരിമലയിൽ എത്തിയ ഭക്തർ തിരിച്ച് മല ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ സന്നാഹങ്ങളും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുകയാണ് സന്നിധാനം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ ന്യൂസ് 18-ൽ സംക്രമ സന്ധ്യ സമ്പൂർണ്ണ കവറേജ്, സമഗ്ര കവറേജ് പ്രേക്ഷകർക്ക് കാണാം. ശബരിമലയിൽ നിന്നുള്ള എല്ലാ കാഴ്ചകളും വാർത്തകളും വിശേഷങ്ങളും